ഹലോ. യെസ് സർ, കമ്മിങ്. മുകുന്ദൻ ഇവിടുത്തെ ഒരു വിശ്വസ്തനായ ജോലിക്കാരനായോണ്ട് ഞാൻ സത്യം പറയാം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അയാളുടെ കസ്റ്റഡിയിലുണ്ട്. അത് ശരിപ്പെട്ട വി ക്യാൻ കോമ്പീറ്റ് വിത്ത് എനി അതർ കമ്പനി. സർ, പക്ഷേ ആ ലൈസൻസ്. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ. അല്ല, നീ ഇദ്ദേഹം ആരാണ് സർ? ദിസ് ഈസ് മിസ്റ്റർ മുകുന്ദ കൃഷ്ണകർത്ത. I see. നമ്മുടെ ഇവിടുത്തെ വളരെ എഫിഷ്യന്റ് ആയ ഒരു എംപ്ലോയി ആണ്. ഞങ്ങൾ വെരി പ്ലീസ് ടു മീറ്റ് യു മിസ്റ്റർ കർത്ത. മിസ്റ്റർ വിശ്വനാഥ്, എങ്ങനെയൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താങ്കൾ വേണം നിർദ്ദേശിക്കാൻ. വിശദമായ റിപ്പോർട്ട് എനിക്ക് തരണം. ഓ യെസ് സർ, ഷുവർ ഷുവർ. പിന്നെ എത്രയും വേഗം ഇമ്പോർട്ട് ലൈസൻസ്. ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ് സർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇത് നിങ്ങളുടെ കമ്പനിയാണ്, ഇവിടുത്തെ വർക്കേഴ്സിന്റെ കമ്പനിയാണ്. സർ, സർ, നൗ യു മേ ഗോ. ഹലോ. വിശ്വ വിശ്വ എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇത്? ഇതാണോ നിന്റെ കൂടിക്കാഴ്ച? ബോംബെ, ഡൽഹി, കൽക്കട്ട, ബംഗാൾ. എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ നല്ല മനുഷ്യന്റെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനാണ് നിന്റെ പുറപ്പാട്. നീ എന്നാണ് ജപ്പാനി പോയത്? നീ ഏത് ഷൂ കമ്പനിയാണ് വർക്ക് ചെയ്തത്? എടാ, ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ബാറ്റയ്ക്കും കറോണയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല, ഒരു കാലത്ത് സഹിക്കില്ല. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും ഞാൻ മുതലാളിയോട് വെട്ടി തുറന്ന് പറയാൻ പോവാണ്. എന്നാ ചെന്ന് വെട്ടി തുറക്ക്. ഞാനും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രൈവറുടെ ഭാര്യക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാനും വെട്ടി തുറന്ന് പറയാൻ പോവാണ്. ചെന്ന് പറഞ്ഞോളാൻ. പ്രേമലേഖനം അത് ഇതുപോലാണോ? ജപ്പാനിലും കുപ്പാനിലും ഒന്നും ഞാൻ പോയിട്ടില്ല, സത്യം തന്നെ. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞത് വെറും പരമാർത്ഥമാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ കയറി കൂടിയത്. അതെങ്ങനെ? എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നിന്റെ ഭാവി, നിന്റെ പ്രൊമോഷൻ. ഇമ്പോർട്ട് ലൈസൻസ് കൊടുത്താലുണ്ടല്ലോ, നിന്റെ MD ഞാൻ പറയുന്നതൊക്കെ പട്ടിയെ പോലെ അനുസരിക്കും. എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കമ്പനിയെ വെള്ളത്തിലാക്കരുത്. നീ എന്ത് വിട്ടിത്താടായി പറയുന്നത്? ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ആദ്യം നീ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വ, നീ എന്താ ഈ പറയുന്നത്? മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. എഴുന്നേക്ക്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണ. നമ്മുടെ MDക്ക് കൊടുക്കാൻ വേണ്ടി മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാക്കിത്ത. ചെല്ല്. മുകുന്ദന്റെ മേലെയാണത്ര അവന്റെ ഉദ്യോഗം. മുകുന്ദൻ ആ കമ്പനി സ്ഥിരമായത് എന്നെ ഈയിടെയാ. ആ കുട്ടിയുടെ ഒരു പെരുമാറ്റവും ആളുകളോടുള്ള ഇടപെടലും. 2000-ന് മേലെയാണത്ര ശമ്പളം. അവന്റെ സാമർത്ഥ്യം എടുക്കും കണ്ടിട്ട് തന്നെയാ. ഇല്ലാണ്ട് ആരെങ്കിലും 2000 ഒക്കെ ശമ്പളം കൊടുക്കൂ? അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? അല്ല, ഞാൻ പറയുമായിരുന്നു, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള അച്ഛന്മാരൊന്നും ഇങ്ങനെയല്ല. അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ നമുക്കെന്താ ഉള്ളത്? നാട്ടിലുള്ള വീടും പറമ്പും ഒക്കെ വിറ്റിട്ടല്ലേ ഇത് വാങ്ങിയത്. ദേ, അവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുള്ള കാശിന്റെ പലിശ കൊണ്ട് ജീവിച്ചൊക്കെ മതി. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിനക്ക് മാത്രമല്ല, മോളെ പറ്റി എനിക്കുമുണ്ട് വിചാരമൊക്കെ. ചിലതൊക്കെ ആലോചിച്ചിട്ടുമുണ്ട്. ആലോചിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് പറ. ഏത്? നീ അടുക്കള ചെന്ന് വല്ല പാത്രം വെച്ചോണ്ട് കരി വയ്ക്ക്. മനുഷ്യന് സ്വൈരം തരില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയൊക്കെ ഒന്നാണ്. ഒന്നുമില്ല സാർ, സോറി സാർ. പക്ഷേ ഒന്നുമില്ല. റിപ്പോർട്ട് എഴുത്തുകാരന് നേരം വൈകി. കമ്പനിയുടെ കാര്യമായതുകൊണ്ട് മാത്രമാ. മുകുന്ദ, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം നിന്റെ നന്മക്ക് വേണ്ടി ആയിരുന്നെന്ന് ഒടുവിലെങ്കിലും നീ മനസ്സിലാക്കും. എന്തോ ആവട്ടെ. ആ പ്രാന്തം വെളി വന്നിപ്പുണ്ട്. നീ എങ്ങോട്ട് അവനെ പറഞ്ഞു വിട്ടെ. ആര്? സുരേന്ദ്രനോ? ആ ഏത് ഇന്ദ്രനോ?
ഒരാഴ്ച കഴിഞ്ഞെന്നോ ഒരാഴ്ചക്കകമെന്നോ എന്തൊക്കെ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായി. മനസ്സിലാവില്ലല്ലോ. ഇന്നാൾ അവൻ എന്നോട് പറയാ അവനാണ് ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്. ഞാൻ സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലതും അവൻ പറയുകയാണെങ്കിൽ നീയും സമ്മതിച്ചു കൊടുത്താൽ മതി. പാവം ഭ്രാന്തനല്ലേ. പിന്നെ ഈ ഭ്രാന്തന്മാരോട് തർക്കിക്കാൻ നിന്നാല് അവർ വയലന്റ് ആവും, പ്രശ്നമാവും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. വിശ്വനാഥ് ഹിയർ. യെസ് യെസ് സർ, യെസ് സർ. റിപ്പോർട്ട് റെഡിയാണോ? ഒന്ന് MD യാ. ഓ, വളരെ വിശദമായ റിപ്പോർട്ടാണല്ലോ. കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാതിരുന്ന് തയ്യാറാക്കിയതാണ് സർ. വെരി ഗുഡ്. താങ്ക് യു. ഞാൻ ഫ്ലാറ്റർ ചെയ്യുകയല്ല. ഒരുപാട് കാലം ഈ കമ്പനി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്രയും വിപുലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ? അത് ശരിയാണ് സർ, അത് ശരിയാണ്. ഇറ്റ് ഈസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാനേ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വിശ്വനാഥനെ വിളിക്കാം. താങ്ക് യു. വിശ്വം, ഇമ്പോർട്ട് ലൈസൻസ് ഉടനടി വേണം. ഇനി ഒട്ടും വൈകൂടാ. സാർ അറിഞ്ഞില്ലേ, ഇവാൻ ലണ്ടൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ. ഉവ്വ്. ഇന്ന് രാത്രി ഫൈനൽ TV-യിലുണ്ട്. സാർ കാണണം. നമുക്ക് പല പുതിയ ടെക്നിക്കുകളും പഠിക്കണ്ടേ. അല്ല, അതുപോട്ടെ. Yes. നിങ്ങളെ ലൈസൻസിന്റെ ആളെ നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. വൈകിയാ ശരിയാവില്ല. അതുകൊണ്ടാ. ഇനി വൈകില്ല സാർ, വൈകില്ല. ആ, Yes. കാലത്ത് മുതൽ എന്റെ കാര്യം ഒരാഴ്ചക്കാവും. സോറി സാർ, പക്ഷെ ഇനി ഇങ്ങനെ വൈകിയാൽ കാര്യം. സാർ സാർ ഞാൻ പറയുന്നൊന്നും കേൾക്കണം സാർ. സാർ 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 ഇതൊന്ന് കേട്ടെ സാർ, പ്ലീസ് സാർ. ഇതെന്താ ഈശ്വരൻ ഇങ്ങനെ? കുമാർ സാബ് എന്നെ സാറേ എന്ന് വിളിക്കരുത്. ഞാനാണ് സാബിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലേ? ചുമ്മാ ഒരുത്തരം കയറി സാറേ അമ്മാവാന്നൊന്നും വിളിക്കുന്ന സ്വഭാവമല്ല എന്റേത്. പൈപ്പിന്റെ കാര്യത്തിൽ തന്നെ തെരുവാകെ നടുക്കി കളഞ്ഞില്ലേ വിശ്വ സാറ്? ഓ, അതൊക്കെ കഴിഞ്ഞ കാര്യം. അത് വിടാം. എന്നെ പോലെ ഒരാൾക്ക് ഇടപെടാൻ പറ്റിയ എത്ര പേർ താമസമുണ്ട് കുമാർ സാബ് ആ തെരുവില്? സാബ് യുദ്ധത്തിലൊക്കെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോന്നോ? കൊള്ളാം. സമോറി പുഴയിൽ സൻഡൂറയ്ക്കും മത്തവാടിക്കും ഇടയിൽ 3 കിലോമീറ്റർ നീളത്തിൽ ഒരു മിരൻ പാലമുണ്ട്. ആ പാലം കേണൽ ഭാട്ടിയയുടെ ഒരു ചെറിയ നോട്ടപ്പശവ് മൂലം പാകിസ്ഥാൻകാരുടെ കയ്യിലായി. ടാങ്കും ട്രക്കും ഒക്കെ കുതിച്ചു കയറുക അതിർത്തിയിലോട്ട്. എന്റെ പൊന്നെ, സെക്കൻഡ് ബറ്റാലിയൻ കിടുകിട്ടാ വിറച്ചുപോയി. ഒടുവിൽ ചരിത്ര വസ്തുതയാ. നായേഴ്സ് പ്ലാൻ എന്നാണ് ആ ഓപ്പറേഷനെ പറ്റി ഇന്നും പട്ടാള രേഖയിൽ കാണുക. തകർത്തു ഞാൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതെ അതെ, ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പലതും സാബിനെ പറ്റി എന്റെ MD-യോട് ഞാൻ കൂട്ടി പറഞ്ഞു. അതൊക്കെ വേറൊരു ഉദ്ദേശത്തിലാ. നല്ല കിളി പോലുള്ള ഒരു മകളുണ്ട് എന്റെ MD-ക്ക്. സദാനന്ദൻ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ? ഇല്ല. വരട്ടെ, നമുക്ക് കെട്ടിക്കാം. മനസ്സിലായില്ല. മൊണീക്ക ഷൂസ് ഇന്ത്യയിൽ 1ാം കിട കമ്പനികളിൽ ഒന്നാണെന്ന് സാബിന് അറിയാമോ? അറിയാം. ആ കമ്പനിയുടെ മുതലാളിക്ക് കുമാർ സാബിന്റെ കുടുംബവുമായി ഒരു ബന്ധം ഉണ്ടായാൽ കൊള്ളാം എന്നൊരാഗ്രഹം. എന്തൊക്കെയാ വിശ്വം സാറി പറയുന്നേ? സത്യം. ഞാൻ അത്രമാത്രം കുമാർ സാബിനെ പറ്റി എന്റെ MD-യോട് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടെന്നർത്ഥം. ഞാൻ കുറച്ച് കൂട്ടിയും പറഞ്ഞു. സാറിന് ലെതർ ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ബിസിനസ് ഉണ്ട് എന്നൊക്കെ. വെറുതെ ഒരു വെയിറ്റ് ഇരിക്കട്ടെ, നമുക്കെന്താ നഷ്ടം? ഓ, ഇതൊക്കെ നടക്കുന്ന കാര്യാണോ? അത് സാബ് പറയരുത്. ഒരു കാലത്തും നടക്കുകയില്ലെന്ന് വിചാരിച്ചിരുന്ന വാട്ടർ പൈപ്പ് കണക്ഷൻ വരാൻ പോവുകയല്ലേ? ഓ, ദാറ്റ്സ് റൈറ്റ്. അതുപോലെ ഇതും നടക്കും. എന്റെ കുമാർ സാബേ, ഞാൻ നടത്തും. നായർ സാബ്, ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചുമ്മാ നിന്ന് തന്നാ മതി. 3-ാം തീയതി MD-യുടെ മകളുടെ ജന്മദിനമാണ്. അന്ന് നമ്മൾ അവിടെ പോകുന്നു, MD-യുമായി പരിചയപ്പെടുന്നു. ഇമ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ട്, ബിസിനസ് എന്നൊക്കെ പലതും ഞാൻ പറയും. എല്ലാറ്റിനും കുമാർ സാബ് ചുമ്മാ തലകൂലിക്ക് തന്നാ മതി. സാർ ഒരാഴ്ചക്ക് എന്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട്. സാർ എന്താ സാർ ഇങ്ങനെ? സാർ ഇന്ന് എനിക്ക് 2-ലൊന്നും അറിയണം.
കുറെ ദിവസമായിട്ട് എന്നെ ഇട്ട് മെനക്കെടുക്കുന്നു. സാർ ഒന്ന് നിന്നേ സാർ, പറയട്ടെ സാർ. സാർ ഓയ് ഓയ് Anyway, thank you for coming. Enjoy yourself. Excuse me. Hi, Vimla. Mr. Visham, you are little late. Oh, I am sorry. Import license. Eh? Sir, please meet Mr. കുമാരൻ നായർ. Very glad to meet you, sir. എന്റെ എം ഡിയാ. ഞങ്ങൾ ജന്മദിനക്കാർക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി സംസാരിക്കാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടായിരുന്നു. മോളെ, come on. മോളെ, പുതിയൊരു അങ്കിളിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ. സോറി, മിസ്റ്റർ കുമാരൻ നായർ. Many happy returns of the day. Thank മെനി you. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Thank you, uncle. ഹലോ, പ്ലീസ് റിലാക്സ്, പ്ലീസ്. ഒന്ന് നോക്കിക്കോളൂ. Oh yes. Come on, Kumar sir. Come on. അങ്കിൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ശ്രദ്ധിച്ചോ? പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ? മിടുക്കിയ എന്റെ മോനും ഇതേ ഛായ, ഇതേ പൊക്കം, ചേരും. അപ്പൊ എന്റെ സെലക്ഷൻ മോശമായിട്ടില്ലല്ലോ. എന്നാലും ഇത്രയും വലിയ ആളുകളുമായി അക്കാര്യം കുമാർ സാബ് എനിക്ക് വിട്ടതാ. പിന്നെ വേറൊരു കാര്യം, സാബ് പട്ടാളത്തിലായിരുന്നു എന്നൊന്നും തൽക്കാലം പറയണ്ട. വേണ്ടേ? വേണ്ട. യുദ്ധകാലത്തെ എന്റെ ചില വീരസാഹസിക കഥകൾ പറഞ്ഞ് ഒന്ന് ഇംപ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോ വേണ്ട. പട്ടാളത്തിന് തൽക്കാലം നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കണ്ട. ബിസിനസ് ലെവലിലായിക്കോട്ടെ. ഇമ്പോർട്ട് ലൈസൻസും മറ്റൊന്നും തട്ടിവിട്ടാ മതി. ഓക്കെ. മിസ്റ്റർ നായർ എന്ത് പറയുന്നു? മൂപ്പർക്ക് എതിരൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞ കാര്യം സദാനന്ദൻ ഇപ്പോ യു എയിലാണ്. അവിടുന്ന് ബഹ്റിനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബഹ്റിനിൽ വന്നാൽ അവന്റെ ശമ്പളം. ഏത് സദാനന്ദൻ? നായർ സാബിന്റെ മകനെ. ഓ, ഐ സി. നമ്മുടെ പയ്യൻ. ഇന്ത്യയിൽ അധികം പേർക്കൊന്നും ഈ ലൈസൻസ് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കറിയാം. പല പല ബിസിനസ്സുകളാ നായർ സാബിനുള്ളത്. എല്ലാം നോക്കി നടത്താൻ തനിച്ച് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മകനാണെങ്കിൽ ഗൾഫിലും. അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ട് ലൈസൻസ്. 1 second sir. യെസ് യെസ്. Cheers. ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പുള്ളിക്ക് കുറച്ച് വിഷമമുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നേടിയെടുത്തതാണേ. നമ്മൾ പറഞ്ഞാൽ മൂപ്പര് ചൈനയിൽ നിന്ന് നേരിട്ട് ലെതർ ഇറക്കി തരും. അത് മതി. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാൽ അല്ലേ? എപ്പോഴാ കാശ് കൊടുക്കേണ്ടത് എന്നെ അറിയിച്ചാ മതി. കേഷ് ഒന്നും വേണ്ട. ആ. ചൈനക്കാർക്കും മൂപ്പരെ വലിയ വിശ്വാസമാണ്. ചരക്ക് വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പിന്നെ തൽക്കാലം വെറുതെ ഒരു ഉറപ്പിന് ഒരു 10-20,000 രൂപ കൊടുത്തേക്കാം അല്ലേ? ഓ യെസ്. അപ്പൊ ആ കാര്യം നമുക്ക് അദ്ദേഹത്തോട് പറയാം. അതെ, നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. അല്ല സാറിന് വിഷമമുണ്ടോ? വിശ്വം സാറ് പറഞ്ഞാൽ എനിക്ക് പരിപൂർണ സമ്മതമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുമാർ സാബ് നല്ല. Cheers. 20,000 റുപ്പീസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ സർ. ആ, എന്റെ പ്രിസ്റ്റീന്റെ പ്രശ്നമായത്. എന്റെയും. ആ, എനിക്ക് ടാക്സിന്റെ പ്രശ്നമൊന്നുമില്ല. സാധാരണ അയക്കുന്ന കാശ് മുഴുവൻ അവന്റെ തന്നെ NRE അക്കൗണ്ടിലാണ്. എന്റെ ഇൻകം ടാക്സ് പ്രശ്നം വളരെ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഈ കക്ഷി എനിക്ക് 2.5 ലക്ഷം രൂപ തരാനുണ്ട്. 50,000 കൂടി അടുത്ത മാസം തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ചെക്കും ഞാൻ നായർ സാബിന്റെ പേരിൽ വാങ്ങിച്ചോട്ടെ? വാങ്ങിച്ചോ? ഇതൊക്കെ നേരത്തെ കൂട്ടി എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? സദാനന്ദന് ഇത്രയും നല്ലൊരു ബന്ധം ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്ന വിശ്വൻ എനിക്ക് തന്നെയാണോ? ഒരു കല്യാണം കഴിക്കണ്ടേ? ഓഹോ,
ഷൂ കമ്പനി ഒന്ന് പൊക്കി വിട്ടിട്ട് വേണം அதை പറ്റി ആലോചിക്കാൻ. അപ്പൊ നായർ സാബ് ആ. നാളെ തന്നെ ചെക്ക് മാറി കാശ് കിട്ടിയാൽ ഉപകാരമായിരിക്കും. ഓക്കേ, ഓക്കേ. അപ്പൊ ഗുഡ് നൈറ്റ്. ആ. ഗുഡ് നൈറ്റ് ചേച്ചി.